തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പരസ്യപ്രചരണം അവസാനിക്കാൻ 2 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ പ്രചരണം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് നെടുമങ്ങാടാണ്. നെടുമങ്ങാടിന്റെ MLA കൂടിയായ GR അനിൽ ഇവിടെയുണ്ട്. അദ്ദേഹം ഇവിടെ ഈ കൊട്ടിക്കലാശിന്റെ ഭാഗമായി പ്രചരണത്തെ എങ്ങനെ തോന്നി? അവസാന മണിക്കൂറുകളിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇടതുമുന്നണിക്ക്? നല്ല ആത്മവിശ്വാസമാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷം നിലനിർത്തുകയും പുതിയ സീറ്റുകൾ ഉൾപ്പെടെ നേടിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലെത്തും. നെടുമങ്ങാടിനെ സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല. 42 സീറ്റിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷം ജയദേവന്റെ നേതൃത്വത്തിലുള്ള ടീം വിജയിച്ചു വരാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെയാണ് ഇന്നും പ്രതിപക്ഷം പറയുന്നത്. അതിലും പുതിയ ആരോപണങ്ങളുമായി രമേശ് ചെന്നിത്തലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചർച്ചയാകില്ല തെരഞ്ഞെടുപ്പിൽ? നമ്മൾ ജനങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജനങ്ങളുടെ ജീവിതവും നാടിന്റെ വികസനവുമാണ് ഈ ലോക്കൽ ബോഡികളുടെ ഉത്തരവാദിത്വം. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ജനങ്ങളുമായി വീടുകളുമായും ഞങ്ങൾ നടത്തിയത്. അതിൽ ജനങ്ങൾ നല്ല തൃപ്തരാണ്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകും. വീടുകളിലേക്ക് കയറുമ്പോൾ ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഈ പ്രത്യേകിച്ചും ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രി കൂടിയാണ്. വിലക്കയറ്റമുള്ള പ്രശ്നങ്ങളടക്കം വലിയ ആരോപണം വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ജനങ്ങൾ ഈ മാസവും 10 കിലോ അരി അധികം കൊടുത്തില്ലേ? കാർഡുകളിൽ 10 കിലോ അരിയും അതുപോലെ മണ്ണെണ്ണയും അടക്കം ഈ മാസവും വാങ്ങിയ കുടുംബങ്ങൾക്ക് എന്തൊരാശ്വാസമാണ്. വിലക്കയറ്റത്തിന്റെ വറുതിയിലേക്ക് വലിച്ചെറിയാതെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലേക്കുള്ള ഫലപ്രദമായ ഇടപെടലാണ് സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഓണം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസവും അതിന്റെ പ്രയോജനം എല്ലാ കുടുംബങ്ങൾക്കും ലഭിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നല്ല തൃപ്തരാണ്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയങ്ങളോടൊപ്പമാണ് ജനങ്ങൾ. ശബരിമലയല്ല, വയറിന്റെ വിഷയമാണ് ആളുകൾക്കുള്ളത്. നാടിന്റെ വിഷയമാണ് ആളുകൾക്കുള്ളത്. ശബരിമല ഭക്തിയും നമ്മുടെ വിശ്വാസവുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. അതാണ് ഇടതുമുണ്ട് പ്രതീക്ഷ. ഇടതുമുണ്ട് പ്രധാനപ്പെട്ട നേതാവായ മന്ത്രി GR അനിലും ആ ഒരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെ. വിശപ്പാണ്, വയറിന്റെ പ്രശ്നങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മന്ത്രി GR അനിലിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വലിയ കോൺഫിഡൻസ് ആണ് മന്ത്രി പറയുന്നത് പോലെ. ഇടതുമുന്നണിയുടെ പൊതുവിലുള്ള വാദം അതാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ കൂട്ടിയത്, ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കും. ഇത് ഞങ്ങൾക്ക് വോട്ടാക്കും എന്നതാണ് അവരുടെ അവകാശവാദം. ശരിയാകുമോ ഈ വാദം? നമുക്ക് പരിശോധിക്കാം. അരുൺ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കുകയാണ്. അരുൺ ഇപ്പോൾ എവിടെ എത്തി? എന്താണ് തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ? ഈ ഇടതുപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ ക്ഷേമ പെൻഷനെ മുൻനിർത്തിയാണ്, തർക്കമില്ല കാര്യം. പക്ഷേ ഇതിനെ എങ്ങനെ UDF മറികടക്കുമെന്ന ബദൽ ചോദ്യമുണ്ട്. അവർക്ക് മുന്നിലും ഭരണവിവാദങ്ങൾ നിരവധിയുണ്ട്. ഇതൊന്നൊഴിയാതെ ഉന്നയിച്ച് തന്നെയാണോ താഴേക്കിടയിലും UDFും BJPയും നീങ്ങുന്നത്? ഞാനിപ്പോൾ ഉള്ളത് തൊളിക്കോടാണ്. മലയോര മേഖലയിൽ തന്നെയാണ് തൊളിക്കോട്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ ആവേശം നിറഞ്ഞ കൊട്ടിക്കലാശമാണ് കാണാൻ കഴിയുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികൾ ഒരു പ്രദേശത്ത് സംഘടിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPM ഉണ്ട്, അതുപോലെ തന്നെ SDP ഉണ്ട്. എല്ലാ പാർട്ടിക്കാരുടെയും പ്രചരണ വാഹനങ്ങളും പ്രവർത്തകരും ഈ തൊളിക്കോട് ജംഗ്ഷനിൽ സംഗമിക്കുകയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള ആവേശകരമായ പ്രചരണമാണ്. മലയോര മേഖല ആണ് തൊളിക്കോടും. ഇതിലേക്ക് തൊട്ടടുത്താണ്. ഈ മേഖലകളിലൊക്കെ വലിയ വന്യജീവി പ്രശ്നങ്ങളുള്ള, ഒരുപക്ഷെ പകൽ പോലും ഇവിടങ്ങളിൽ പലപ്പോഴും കാട്ടുപന്നിയൊക്കെ ഇറങ്ങാറുള്ള വിവരങ്ങൾ നമ്മൾ വാർത്തകൾ കേൾക്കാറുള്ളതാണ്. കുറച്ചപ്പുറത്തേക്ക് പോയാൽ കാട്ടാന ശല്യമുള്ള പ്രദേശമാണ്. അങ്ങനെ മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വനം വന്യജീവി സംഘർഷം തന്നെയാണ്. അത്തരമൊരു മേഖലയിൽ സ്വാഭാവികമായ ആ വിഷയങ്ങളുമൊക്കെ ചർച്ചയാകും. ആ കാര്യങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. അതിനോട് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ച സമീപനമുണ്ട്. ഇപ്പോൾ സർക്കാർ സ്വാഭാവികമായും വന്യജീവി നിയമത്തിന് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നില്ല. അത്തരം കാര്യങ്ങൾ സർക്കാർ ജനങ്ങളോട് പറയുമ്പോൾ ഒന്നും ഫലപ്രദമായി ചെയ്യാൻ സർക്കാരായിട്ടെന്ന ആരോപണമാണ് BJPയും കോൺഗ്രസും ഒക്കെ ഈ മേഖലകളിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ എത്രത്തോളം അത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്ന ആശങ്ക CPMനും ഇവിടെയുണ്ട്. ഏതായാലും വലിയ ആവേശം നിറഞ്ഞ ഒരു കൊട്ടിക്കലാശം ഇതുവരെ ഈ മലയോര മേഖലയിൽ കണ്ടത് ഏറ്റവും ആവേശം നിറഞ്ഞ ഒരു പ്രദേശം. ഇവിടെ ഈ തൊളിക്കോട് പഞ്ചായത്ത് വലിയ രീതിയിൽ ആളുകൾ സംഘടിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട മുന്നണികളുടെ, ഇടതുമുന്നണിയുടെയും UDFന്റെയും അതുപോലെ
BJPയുടെ പ്രവർത്തകർ. SDP-യുടെ വലിയൊരു സാന്നിധ്യം നമുക്ക് ഈ വരുന്ന വഴികളിൽ നിന്ന് കാണാനായില്ലെങ്കിൽ ഇവിടെ പക്ഷേ SDP-യുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. നിരവധി പ്രവർത്തകരും വലിയ വാദ്യമേളങ്ങളുമായി SDP-യും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവിടെ സജീവമാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പുള്ള അക്ഷരാർത്ഥത്തിലുള്ള ഡ്രസ് റിഹേഴ്സൽ, ആർക്ക് അനുകൂലമാകും കാര്യങ്ങൾ, ആർക്ക് പൂർണ്ണമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലമൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമോ എന്ന് ശാസ്ത്രീയമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും സ്വാഭാവികമായും അത് മുന്നണികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ, അവരുടെ തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെയുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന് അത്രയധികം പ്രാധാന്യത്തിൽ കൂടിയാണ് മുന്നണികൾ കാണുന്നത്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക ജനകീയ പ്രശ്നങ്ങൾ, സാധാരണ പ്രാദേശിക വിഷയങ്ങളാണ്, സ്ഥാനാർത്ഥികളുടെ മേന്മയാണ്, സ്ഥാനാർത്ഥികളുമായുള്ള വ്യക്തിബന്ധങ്ങളാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ കുറെ നാളുകളായി പൂർണ്ണമായും ഒരു രാഷ്ട്രീയ നിറം ഇതിന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിലും അത്തരം സാഹചര്യങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തെ, ദേശീയ രാഷ്ട്രീയത്തെയൊക്കെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യാൻ അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലാണ് മുന്നണികളുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. 10 വർഷത്തോളം എടുക്കുന്ന സർക്കാരിന്റെ ഭരണമുണ്ട്. അതൊക്കെ വിലയിരുത്തപ്പെട്ട് പ്രതീക്ഷിക്കുമ്പോഴും അവസാന മണിക്കൂറുകളിലൊക്കെ ചർച്ചയായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ പരാതിയാണ്. അതിനോട് കോൺഗ്രസ് പാർട്ടിയുടെ സമീപനമാണ്. അതാണ് ഇടതുമുന്നണി BJPക്ക്, കോൺഗ്രസിന് പോലും പറയേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാത്തതാണ് സർക്കാർ എന്നുള്ളത്. കാരണം അറസ്റ്റ് ചെയ്തുള്ള വിഷയമാണ് അവസാനിക്കുമെന്ന് സർക്കാർ അറിയാം. അതങ്ങനെ അവസാനിപ്പിക്കുകയല്ല, നീട്ടിക്കൊണ്ടുപോവുകയാണ് സർക്കാർ ലക്ഷ്യം. അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ ആശങ്കയുണ്ട്. അത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. സർക്കാരിനെതിരായ, ഇടതുമുന്നണിക്കെതിരായ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് ആ വിഷയങ്ങളിലെ ചർച്ച, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയിൽ എത്താതെ പോകാനുള്ള സർക്കാർ തന്ത്രമായി കൂടി കോൺഗ്രസ് ആശങ്കയോടുകൂടി ഇതിനെ കാണുന്നുണ്ട്. മറുഭാഗത്ത് BJP വികസനം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. രണ്ട് മുന്നണികൾക്കും സംസ്ഥാനത്തിന്റെ വികസനം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് BJP ആരോപിക്കുന്നു. അതിനൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണം അവരുടെ ഏറ്റവും എക്കാലത്തെയും അവരുടെ തുറുപ്പുചീട്ടായ വിശ്വാസ സംരക്ഷണം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. അങ്ങനെ മൂന്ന് മുന്നണികൾക്കും വലിയ പ്രതീക്ഷകളുണ്ട്, വലിയ ആശങ്കകളുണ്ട്, പ്രതീക്ഷകളുടെ അമിത ഭാരമുണ്ട് മുന്നണികൾക്ക്. ഏതായാലും എങ്ങനെയൊക്കെ ജനങ്ങൾ വിധിയെഴുതും, എന്തൊക്കെയാണ് അവരെ സ്വാധീനിക്കാൻ പോകുന്നത്, വലിയ ആവേശം നിറഞ്ഞ പ്രകടനം നമുക്കിവിടെ കാണാം. മുഖാമുഖം നിന്നുകൊണ്ട് മുന്നണികൾ, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മുദ്രാവാക്യങ്ങൾ മുഴക്കി, അവരുടെ പതാകകൾ വീശി, അവരുടെ സ്ഥാനാർത്ഥികളെ ആർപ്പുവിളികളോട് എതിരേറ്റുകൊണ്ട് മൂന്ന് മുന്നണികളും ഒരു ജംഗ്ഷനിൽ, ഒരു പ്രദേശത്ത്, അതിനപ്പുറത്തേക്ക് SDP-യുടെ ഒക്കെ പ്രവർത്തകർ ഇവിടെ സംഘടിച്ചുകൊണ്ട് വലിയ ശബ്ദ കോലാഹലങ്ങളോടുകൂടിയുള്ള കൊട്ടിക്കലാശം. ഇനി മിനിറ്റുകൾ മാത്രമാണ് ഈ പരസ്യ പ്രചരണത്തിന്റെ ഒന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി ഏതാണ്ട് 52 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. അതിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ്. ഇലക്ഷൻ സ്ക്വാഡും ഒക്കെ ഇവിടെയുണ്ട്. സ്ഥാനാർത്ഥികളുടെ ഈ ചെലവുമൊക്കെ സ്വാഭാവികമായും അവർ നിരീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ വലിയ രീതിയിലുണ്ട്. പോലീസിന്റെ സാന്നിധ്യമുണ്ട്. മുഖാമുഖം പ്രവർത്തകർ വരികയാണ്. സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷെ ഇതുവരെയും എല്ലാം കാര്യങ്ങൾ സമാധാനപരമാണ്. ഈ പ്രദേശത്ത് ഗതാഗതം ഏറെക്കുറെ സ്തംഭിച്ച അവസ്ഥയുമുണ്ട്. ഇതിരെ അടക്കമുള്ള, മുൻമുടി അടക്കമുള്ള മേഖലകളിലേക്കുള്ള പ്രധാന വഴിയാണ്. അവിടെ കൊട്ടിക്കലാശം ഗതാഗത പ്രശ്നമായി കൂടി മാറുന്നുണ്ട്. മൂന്ന് മുന്നണികളുടെയും ഒക്കെ സ്ഥാനാർത്ഥികളിലകം ഇവിടെ എത്തുന്നുണ്ട്. വലിയ ആവേശം നമുക്ക് ഈ മലയോര മേഖലയിൽ തൊളിക്കോട് ജംഗ്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സരിപ്പം, അങ്ങനെയാണ് ഗ്രാമനഗര വ്യത്യാസമില്ലാതെയുള്ള കൊട്ടിക്കലാശത്തിന്റെ ആവേശമാണ്. നമ്മൾ ആദ്യം കണ്ട ചിത്രമല്ല, ഇതാ അവസാന മിനിറ്റുകളിലേക്ക് അടുക്കും തോറും ആവേശം അതിന്റെ ഉച്ചസ്ഥായിലാണ്. നോക്കൂ, ആവേശം എത്ര, ആ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ഒരു പ്രകടനം എത്ര കണ്ട് എന്നത് വളരെ പ്രകടമാണ്. ഈ സ്ഥാനാർത്ഥികളിൽ ചിലർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയം പറയാനറിയാം, ചിലർക്ക് പക്ഷേ രാഷ്ട്രീയമല്ല, അതിനപ്പുറം ഈ പഞ്ചായത്ത് ഉത്സവം അങ്ങനെ വിളിക്കാവുന്ന തരത്തിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളാവാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് മത്സരിക്കുക, മാറ്റുരയ്ക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയമൊക്കെ ഇനി പഠിച്ചു വരണം. അതിനു മുമ്പ് ഈ മത്സര രംഗത്ത് തങ്ങൾ ഉയർത്തുന്ന വാദങ്ങൾ അതൊക്കെ കൃത്യമായി അവർക്ക് പറയാനറിയാം. അങ്ങനെ വരുന്നവരുമുണ്ട്, എന്നാൽ പരിചയസമ്പന്നരായ ആളുകളുമുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചവർ ഇത്തവണ പഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്നവരുണ്ട്.